ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോവാം. സ്വേച്ഛാധിപതികളും രേണ ഫാത്തിമയും കൂടി ഇപ്പോൾ ലൈവിലിരുന്ന് ചർച്ചയായിരുന്നു. ഏതൊക്കെ രീതിയിൽ ഈ ഒരു സ്വേച്ഛാധിപതി ടാസ്ക് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്യുകയായിരുന്നു എല്ലാവരും കൂടി. ഇവര് മൂന്നുപേരും കൂടി ഇരുന്നിട്ട് നെവിന്റെ ഒരു ഐഡിയ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അക്ബർ ഒരു ദിവസം ഫുൾ പാട്ട് പാടാതിരിക്കണം എന്നൊരു കാര്യം അക്ബറിനോട് പറയുമെന്നാണ് നെവിൻ ജിസേലിനോട് റെനയോടും പറയുന്നത്. ഇനി അക്ബർ പാടുവാണ് എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫുൾ പാട്ട് പാടണം എന്ന് പറഞ്ഞൊരു പണിഷ്മെന്റ് ഒക്കെ അക്ബറിന് കൊടുക്കുമെന്നൊക്കെയാണ് നെവിൻ പറഞ്ഞിരിക്കുന്നത്. പാട്ടിലൂടെ സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് നെവിൻ പറയുന്നത്. രസകരമായ രീതിയിലുള്ള ഐഡിയാസ് ആണ് നെവിന്റെ കയ്യിലുള്ളത്. ഈ സമയത്ത് റെന പറയുന്നുണ്ട് അനുമോളെ കൊണ്ട് ഒരു ദിവസം ഫുള്ള് നമുക്ക് കരയിപ്പിക്കണം എന്ന്. അതവള് ജീവിച്ചോളൂ എന്ന് ഈസി ആണെന്നൊക്കെയാണ് നെവിൻ പറയുന്നത്. അതേപോലെ നെവിൻ ഇറക്കാനിരിക്കുന്ന മറ്റൊരു നിയമം, എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഫ്രീസ് പറയും, എന്നിട്ട് എല്ലാവരെയും ചോറി പോയി കൈയിട്ട് വാരി എടുത്ത് തിന്നുമെന്നോ അങ്ങനെ എന്തൊക്കെയോ നെവിൻ പറയുന്നുണ്ട്. എല്ലാ ദിവസവും അരമണിക്കൂർ ഉറങ്ങാനായിട്ട് ബ്രേക്ക് കൊടുക്കുമെന്നോ. ഇതിനിടയ്ക്ക് നമ്മുടെ അനീഷ് ആ വഴി വരുന്നുണ്ട്. സ്വേച്ഛാധിപതികൾക്ക് എന്റെ സഹായം എന്തെങ്കിലും വേണോന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിസേല് പറയുന്നുണ്ട് യെസ് ഡെഫിനറ്റ്ലി അനീഷാണ് ഞങ്ങളുടെ മിനിസ്റ്റർ എന്ന് പറയുന്നുണ്ട്, മന്ത്രി ജി ആണെന്ന് പറയുന്നുണ്ട് അനീഷ്. എന്താവുമോ കണ്ടറിയാം. അങ്ങനെ കുറെ അധികം നിയമങ്ങൾ നെവിൻ എന്ന ഡിക്റ്റേറ്റർ വരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അഭിലാഷ് ഓൾറെഡി നെവിനോട് പറഞ്ഞിരുന്നു എല്ലാ ദിവസവും മോർണിംഗ് സോങ് കഴിഞ്ഞിട്ട് തമ്പുരാനും തമ്പുരാട്ടിയും നീനാൾ വാഴട്ടെ എന്നൊരു കാര്യമൊക്കെ, അങ്ങനത്തെ രസകരമായ നിയമങ്ങൾ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിരുന്നു അഭിലാഷ്. എന്തായാലും ബിഗ് ബോസ് ഇതുവരെ ഇവർക്ക് അധികാര ചിഹ്നങ്ങളോ അധികാരമോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് അധികാരം സ്ഥാപിച്ചാൽ നമുക്ക് ശരിക്കും കാണാം ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. നെവിനും ജിസയിലും എന്താണ് അവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന്. ഇപ്പോൾ നോമിനേഷൻ നടക്കാൻ പോവുകയാണ് ലൈവില്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.